ഇന്ന് പല സോളാർ ഇൻസ്റ്റാളേഴ്സും ഈ പറഞ്ഞ രീതിയിലല്ല KSEBിൽ പേപ്പർ സബ്മിറ്റ് ചെയ്യണത്. ഒരു സോളാർ ഇൻസ്റ്റാളർ ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് KSEBിൽ എത്ര സെറ്റ് ഓഫ് പേപ്പേഴ്സ് കൊടുക്കണം? 3 സെറ്റ് ഓഫ് പേപ്പേഴ്സാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അനക്ഷർ എ, അനക്ഷർ ബി, അനക്ഷർ സി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് അനക്ഷർ എ കൊടുക്കേണ്ടത് ടെക്നിക്കൽ ഫീസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ടെക്നിക്കൽ ഫീസിബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അനക്ഷർ ബി നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലാന്റിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് പാനൽ, ഇൻവെർട്ടർ, അതിന്റെ ഡ്രോയിങ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അനക്ഷർ ബി കൊടുത്ത് രജിസ്ട്രേഷൻ നമ്മൾ സമ്പാദിക്കേണ്ടത് KSEBിൽ നിന്ന്. അതിന്റെ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് അതിന്റെ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 1 വർഷം വരെ കാലാവധിന്റെ പ്ലാന്റ് ഫിസിക്കലി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫിസിക്കൽ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം നെറ്റ് മീറ്റർ ലഭിക്കാൻ വേണ്ടിയാണ് അനക്ഷർ സി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സമർപ്പിക്കേണ്ടത്. ഇന്ന് പല സോളാർ ഇൻസ്റ്റാളേഴ്സും ഈ പറഞ്ഞ രീതിയിലല്ല KSEBിൽ പേപ്പർ സബ്മിറ്റ് ചെയ്യണത്. ഫീസിബിലിറ്റി കിട്ടിക്കഴിഞ്ഞ് ഫിസിക്കൽ വർക്കും കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്, ഫോം 2ഉം അനക്ഷർ ബിയും സിയും ഒക്കെ സബ്മിറ്റ് ചെയ്യണം. ഒരു ലോൺ കസ്റ്റമർ ആണെങ്കിൽ, EMI ഉള്ള ഒരു ലോൺ കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് ആ ലോൺ പാസ്സായി വരാൻ തന്നെ കുറച്ച് സമയം എടുത്തെന്ന് വന്നേക്കാം. അതിനുശേഷം ഫിസിക്കൽ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് ഫോം 2 ഫോം 3 കൊടുക്കുന്ന സമയത്ത് ഇവരുടെ ഫീസിബിലിറ്റി എക്സ്പയർ ആയിട്ടുണ്ടാവും. ഫീസിബിലിറ്റി ട്രാൻസ്ഫോമറിലെ കപ്പാസിറ്റി ഇല്ലെങ്കിൽ അവർ ആ ചെയ്ത വർക്കുകൾ മൊത്തം വേസ്റ്റായി. ആ കസ്റ്റമർക്ക് ഒരു വൻ ബാധ്യതയാണ് വരുത്തി വെക്കാൻ പോകുന്നത്. ഫീസിബിലിറ്റി ലഭിച്ചതിന് ശേഷം രജിസ്ട്രേഷൻ അനക്ഷർ ബി കൊടുക്കാൻ വേണ്ടി പല KSEB സെക്ഷനുകളിൽ പോയി കഴിഞ്ഞാലും ഫിസിക്കൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് സ്വീകരിക്കാറില്ല. പക്ഷേ KCRCയുടെ കറക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻ, ഗവൺമെന്റ് ഓർഡർ പ്രകാരമാണ് ഈ പറഞ്ഞിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള സോളാർ ഡോക്യുമെന്റേഷൻ വിവരങ്ങൾക്കായി സിസ്ക്രീനുമായി ബന്ധപ്പെടുക.